നമ്മുടെ സറൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും കേട്ടുവരുന്നതുമായിട്ടുള്ളൊരു കൺസേൺ ആണ് അലർജി, അതും എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. അപ്പോൾ ഈ കുട്ടികളിലുള്ള അലർജിയെ കുറിച്ചുള്ള സിംറ്റംസ് എന്താണെന്ന് അറിയാനും ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് സംസാരിക്കാനും ഇന്ന് ഈ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് ഇൻ പീഡിയാട്രിക് എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് അലർജി ഡോക്ടർ വീണ വി നായർ ആണ്. വെൽക്കം ഡോക്ടർ. അപ്പോൾ ഈ യൂഷ്വലി നമ്മളിപ്പോൾ അലർജീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ യൂഷ്വലി കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ അലർജി ടൈപ്സ് എന്തൊക്കെയാണ്? കുട്ടികളിൽ കണ്ടുവരുന്ന അലർജിയിൽ പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്. ശ്വാസകോശ സംബന്ധമായ അലർജീസ്, റെസ്പിറേറ്ററി അലർജീസ്, അതായത് വിട്ടുമാറാത്ത തുമ്മല്, ജലദോഷം, മൂക്കടപ്പ്, മൂക്കുചൊറിച്ചില്, പിന്നെ ആസ്മ, വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ അലർജിക്ക് ആസ്മ. ഇതല്ലാതെ ഉള്ളത് ഫുഡ് അലർജീസ്. ഇപ്പൊ കുഞ്ഞുങ്ങളിൽ പാലിനോട്, ഇപ്പൊ പ്രത്യേകിച്ച് കൗസ് മിൽക്കിനോട് അലർജി വരാം, നട്ട്സ്, സോയ, എഗ്, അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് അലർജീസ്. ഇതുകൂടാതെ സ്കിൻ അലർജീസ്, ചർമ്മത്തിൽ വരുന്ന ചൊറിച്ചില്, തിണർപ്പ്, അതായത് എക്സീമ അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അലർജീസ്. ഇത് 3 സാധാരണ കണ്ടുവരുന്നത്. വളരെ റെയർ ആയിട്ട് ചില മരുന്നുകളോട് അലർജി, ഡ്രഗ് അലർജി കണ്ടുവരാറുണ്ട്. യൂഷ്വലി അഡൾട്ട്സിലാണ് സാധാരണ ഡ്രഗ് അലർജി വരുന്നത്, പക്ഷെ കുട്ടികളിലും കുറവല്ല. അപ്പൊ ഈ അലർജീസിന്റെ ഒക്കെ റീസൺസ് എന്തായിരിക്കും? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണോ, അതോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ആണോ? ലൈക്ക് ഇപ്പൊ കുറച്ചുകൂടി കോമൺ ആണല്ലോ, ലൈക്ക് കമ്പയർഡ് ടു ഏർലിയർ ടൈംസ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അലർജീസിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ, ജനറ്റിക് ആയിട്ട് ഉള്ള റിസ്ക് ഉള്ളവരിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടെ ഉണ്ടെങ്കിൽ അത് ഡബിൾ റിസ്ക് ആണ്. എൻവയോൺമെന്റൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വെസ്റ്റേൺ വേൾഡിലാണെങ്കിലും അലർജീസ് ഒരുപാട്, പ്രത്യേകിച്ച് ഫുഡ് അലർജീസ് ഒരുപാട് ഉള്ളൊരു സ്ഥലമാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ. അതുപോലെ നമ്മുടെ നാട്ടിൽ ഫുഡ് അലർജി വളരെ കുറവായിരുന്നു ആക്ച്വലി. പക്ഷെ എന്നാൽ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളിലും ഫുഡ് അലർജി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആഹാര രീതികൾ, ശീലങ്ങൾ മാറിയിട്ടുണ്ട്. കൂടുതലും നമ്മൾ ആ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഡയറ്റ്സിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾ വളരുന്ന സാഹചര്യങ്ങൾ, പണ്ടൊക്കെ നമ്മൾ പ്രകൃതിയായിട്ട് വളരെ ചേർന്ന് ആയിരുന്നു, പുറത്തൊക്കെ കളിച്ചു വളർന്ന ആ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും ഏതെങ്കിലും കെട്ടിടത്തിനുള്ളിലായിരിക്കും, ഒന്നുകിൽ വീടുകൾക്കുള്ളിലായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിനുള്ളിലായിരിക്കും. അപ്പൊ അവർക്ക് പ്രകൃതിയിലെ പല വസ്തുക്കളോടും സാഹചര്യങ്ങളോടുള്ള പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ അവരുമായിട്ട് മിംഗ്ലിങ്, എക്സ്പോഷേഴ്സ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സമ്പർക്കം വരുന്ന സമയത്ത് ശരീരം അതിനെ ഒരു ഫോറിൻ ഇൻവേഡർ ആയിട്ട് കണ്ടിട്ട് അത് അലർജിക് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഈ അലർജീസ് യൂഷ്വലി ഹെറിഡിറ്ററി ആണോ? ലൈക്ക് ഇപ്പം പേരൻസിന് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കുട്ടിക്ക് അലർജി വരും എന്നുള്ളതൊരു ഇതാണോ, അതോ ഹെറിഡിറ്ററി അല്ലാതെ? അലർജി ഉള്ള കുഞ്ഞുങ്ങളിൽ ഫാമിലി ഹിസ്റ്ററി ഡെഫിനറ്റ്ലി ഒരു ഹൈ റിസ്ക് ഫാക്ടർ ആണ്. ഇപ്പോൾ ഒരു പേരന്റിനാണ് അലർജി സിംറ്റംസ്, ഇപ്പം ജലദോഷം അല്ലെങ്കിൽ വിട്ടുമാറത്ത് അലർജിക് റൈനൈറ്റിസോ ആസ്മയോ ഉള്ളതെങ്കിൽ അവരുടെ കുട്ടിക്ക് ഒരു 30 മുതൽ 50% വരെ സാധ്യതയുണ്ട് അലർജി ഡെവലപ്പ് ചെയ്യാനായിട്ട്. 2 പേരൻസിനും അലർജി ഉള്ളവരാണെങ്കിൽ ഇത് 70 മുതൽ 80% വരെയാവും ആ റിസ്ക്. അപ്പൊ തീർച്ചയായിട്ടും പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഡോക്ടർ, അപ്പോൾ ഈ കോമൺ പീപ്പിൾ യൂഷ്വലി അവെയർ അല്ലാത്തൊരു കാര്യമാണ് ഈ അലർജി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം ലൈക്ക് എങ്ങനെയാണെന്നുള്ളത്. സോ ബേസിക്കലി അലർജി എന്താണ്? വളരെയധികം വളച്ചൊടിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഈ അലർജി എന്ന് പറയുന്നത്. ഒരുപാട് രോഗലക്ഷണങ്ങൾ അലർജിയായിട്ട് തെറ്റിദ്ധരിച്ച് പലരും വരാറുണ്ട്. അലർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം സാധാരണഗതിയിൽ നിരുപദ്രവകാരിയായ ഒരു വസ്തുവിനോട് ഓവർ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്യുക. ബഹുഭൂരിപക്ഷം ആൾക്കാരും റിയാക്ട് ചെയ്യാത്ത ഒരു വസ്തുവിനോട് ചില ആൾക്കാർ ഓവർ റിയാക്ട് ചെയ്യും. അതാണ് അലർജി എന്ന് പറയുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ട്രിഗർ അല്ലെങ്കിൽ ഈ അലർജൻ എക്സ്പോഷർ, സമ്പർക്കം വരുന്ന സമയത്ത് ഇവർ പല രീതിയിലുള്ള രോഗലക്ഷണങ്ങളായിട്ട്, ശരീരം അതിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള രോഗലക്ഷണങ്ങളായിട്ട് പ്രകടമാകാറുണ്ട്. ഇത് ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശക്തിയുടെ ഒരു വിയേർഡായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യപ്പെട്ട ഒരു സംവിധാനമാണ്, വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ബിക്കോസ് പുറത്തുനിന്നുള്ളതാണെങ്കിലും ഇന്റേണലി ആണെങ്കിലും എന്തെങ്കിലും ഒരു ഈ ഫോറിൻ ഇൻവേഡേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ കാത്ത് രക്ഷിക്കേണ്ട ഒരു സിസ്റ്റമാണ് ഡിഫൻസ് സിസ്റ്റം. നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് സിസ്റ്റം പോലെ തന്നെയാണ്. നമുക്കൊരു 3 വിങ്സ് ഉണ്ട്, ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്. അപ്പൊ ഏത് വഴിക്ക് ശത്രുക്കൾ വന്നാലും അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലും ഇതേപോലെ പല വിങ്സ് ഉണ്ട്. നമ്മളെ ഏറ്റവും വലിയൊരു അവയവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്വക്കാണ്, സ്കിന്നാണ്. അപ്പൊ സ്കിന്ന് വഴി കയറുന്ന അലർജൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കിന്നിന് വളരെ ശക്തമായിട്ടുള്ള ഒരു ബാരിയർ ഉണ്ട്, സ്കിൻ ബാരിയർ. നമ്മുടെ ചർമ്മം എന്ന് പറയുന്നത് ഒരു 5-6 ലെയേഴ്സ് ഓഫ് സെൽസിന്റെ കോശങ്ങൾ കൊണ്ട് അടുക്കി വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പുറത്തുനിന്ന് മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ശ്വാസകോശം വഴി നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ മൂക്ക് തൊട്ട് ശ്വാസകോശം വരെയുള്ള ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സും ഡിഫൻസ് മെക്കാനിസംസും ഉണ്ട്.
ആ റെസ്പിറേറ്ററി എപ്പിത്തീലിയം എന്ന് പറയുന്നത്, ആ കവറിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കുന്ന നമ്മുടെ ഗട്ട്, നമ്മുടെ ഓവറൽ നമ്മുടെ മൗത്ത് അതൊട്ട് വൻകുടൽ വരെയുള്ള പോർഷനിൽ അതിൻ്റെ എപ്പിത്തീലിയവും ദഹനരസങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഈ ഡിഫൻസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ ഡിഫൻസിങ്ങിന് എന്തെങ്കിലും ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് പലതരത്തിലുള്ള ഈ ഫോറിൻ സാധനങ്ങൾ ഉള്ളിൽ കയറും. അതിനകത്ത് ചിലതൊക്കെ നമുക്ക് ഉപദ്രവം ചെയ്യാത്ത സാധനങ്ങളായിരിക്കാം. പക്ഷെ ചില ആൾക്കാരിൽ ഇത് ശരീരം അതിനെ തെറ്റിദ്ധരിക്കും, ഇതൊരു ശത്രു ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പുറന്തള്ളുന്നതിനുള്ള പ്രക്രിയകളുണ്ട്. ആ പ്രോസസ്സിലേക്ക് ഈ റിയാക്ഷനെ കൊണ്ടുപോവുകയും അതൊരു അലർജി പ്രോസസ്സ്, ആ ഒരു സൈക്കിൾ ഡെവലപ്പ് ചെയ്യും. അവസാനം മാസ്റ്റൽസ് എന്ന് പറയുന്ന ഒരു കൂട്ടം കോശങ്ങളുണ്ട്. മാസ്റ്റൽസിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ അലർജി പാത്വേ വഴി അവസാനം വരുന്നത് മാസ്റ്റൽസിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുകയും അവരാണ് ബോംബ് പൊട്ടിക്കുന്നത് പോലെ പൊട്ടിയിട്ട് കുറച്ച് കെമിക്കൽസ്, ഹിസ്റ്റമിൻ പോലെയുള്ള കുറേ കെമിക്കൽ റിയാക്ട് ചെയ്യും. അപ്പോൾ എവിടെയാണോ ഈ കെമിക്കൽസ് റിയാക്ട് ചെയ്യുന്നത്, ഇപ്പോൾ സ്കിന്നിലാണ് നമുക്ക് ഒരു അറ്റാക്ക് വന്നതെങ്കിൽ സ്കിന്നിലുള്ള മാസൽസ് റിയാക്ട് ചെയ്യും. സ്കിന്നിലെ കെമിക്കൽസ് പുറന്തള്ളിയിട്ട് അവിടെ ചൊറിച്ചിൽ, തടിപ്പ്, അങ്ങനെയുള്ള റാഷസ് വരികയും ചെയ്യും. അതിൽ റെസ്പിറേറ്ററി ആണെങ്കിൽ നമുക്ക് മൂക്ക് വഴിയാണ് അല്ലെങ്കിൽ ശ്വാസകോശം വഴിയാണ് ഈ ട്രിഗേഴ്സ് ഉള്ളിൽ കയറുന്നതെങ്കിൽ തുമ്മിക്കളയാൻ നോക്കുക, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വെള്ളം വലിച്ചു പോവുക. കണ്ണിലാണെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ വരിക, കണ്ണിൽ നിന്ന് വെള്ളം വരിക. അപ്പം അതെല്ലാം ഈ ട്രിഗറിനെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ഓരോ റിയാക്ഷൻസ് ആണ്. അപ്പം നമ്മൾ ഭക്ഷണസ്ഥാനത്തിൽ കൂടെ ആണെങ്കിൽ നമുക്ക് വായിൽ ചൊറിച്ചിൽ വരിക, വയറുവേദന വരിക, ലൂസ് മോഷൻ വരിക, അതുപോലെ ശരീരം മൊത്തം റാഷസും ചൊറിച്ചിലും വരിക. ചിലർക്കാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചുമയും ശ്വാസകോശ രോഗങ്ങളും വളരെ ഗുരുതരമായ അനാഫിലാക്സിസ് പോലെയുള്ള രോഗലക്ഷണങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി. അതേ ട്രിഗറിനോട് പിന്നെയും നമുക്ക് സമ്പർക്കം വരുമ്പോൾ ഇതേ ലക്ഷണങ്ങൾ തന്നെ വീണ്ടും വരികയാണെങ്കിലാണ് നമ്മൾ അതിനെ അലർജി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ്, ഈ ബേബീസ് അല്ലെങ്കിൽ ടോഡ്ലേഴ്സിൽ കണ്ടുവരുന്ന ഏർലി അലർജിക് വാർണിംഗ് സിംറ്റംസ് എന്തൊക്കെയാണ്? ലൈക്ക് പേരൻസ് അലേർട്ടായി ഇരിക്കേണ്ട സിംറ്റംസ്. നവജാത ശിശു മുതൽ നമുക്ക് ഈ അലർജിയിലെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. കുഞ്ഞുങ്ങളിൽ സാധാരണ കണ്ടു വരുന്നത് ഈ സ്കിന്നിലുണ്ടാകുന്ന റാഷസ് ആണ്. ഈ ചീക്സിൽ, കവിളുകളിൽ, ശരീരത്തിൽ, കൈമടക്കുകളിൽ, പിന്നെ ഡയപ്പർ ഏരിയാസിലൊക്കെ കാണുന്ന ചുമന്ന നിറത്തിലുള്ള റാഷസ്. അത് ഭയങ്കര ഇച്ചിയായിരിക്കും, അങ്ങനെ ചൊറിച്ചിലുള്ളതായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾക്കത് ചൊറിയാൻ അറിയില്ലല്ലോ. തന്മൂലം തന്നെ അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. അത് നിർത്താതെയുള്ള കരച്ചിൽ വരിക, ഫീഡിങ് ബുദ്ധിമുട്ടുകൾ വരിക. അതുപോലെ മറ്റ് ഒരു പ്രധാനമായിട്ട് അലർജി വരുന്നത് കൗസ് മിൽക്ക് അലർജി എന്ന് പറയും. ചില കുഞ്ഞുങ്ങളിൽ, അപ്പം നമുക്ക് പറയാം ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ 6 months വരെ കൊടുക്കണമെന്ന്. ചില കുഞ്ഞുങ്ങൾ ചില ഒരുപക്ഷെ അമ്മമാരുടെ പാല് തികയാതെ വരുമ്പോഴോ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ നമ്മൾ പാൽപ്പൊടിയൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. പാൽപ്പൊടി എന്ന് പറയുന്നത് കൗസ് മിൽക്കിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ചിലർക്ക് ഈ കൗസ് മിൽക്ക് അലർജി ഡെവലപ്പ് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് റാഷസ് ഫ്ലെയർ അപ്പ് ചെയ്യാറുണ്ട്. അത് തന്മൂലം തന്നെ ഈ ആഹാര സാധനങ്ങൾ പലപ്പോൾ അങ്ങോട്ട് 6 months കഴിയുമ്പോൾ നമ്മൾ പുതിയ ആഹാര സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് പുതിയ ഫുഡ് അലർജീസ് ഡെവലപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് പ്രോട്ടീൻ ഫുഡ്സിനോടാണ് നമ്മൾ അലർജി സാധാരണഗതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നട്ട്സ് ഐറ്റംസ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ കൊടുക്കുമ്പോഴോ ഒക്കെ, ഗോതമ്പ് അല്ലെങ്കിൽ മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും മുട്ടയുടെ വെള്ളയോട് അലർജി ഒക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുകൂടാതെ പിന്നെ ടോഡ്ലർ ഏജ് ആകുന്ന സമയത്ത് അപ്പം ഈ സ്കിൻ അലർജി പറഞ്ഞു, സ്കിൻ അലർജിയിൽ നിന്ന് ബ്രോക്കൺ സ്കിന്ന് വഴിയാണ് ഈ ആഹാര സാധനങ്ങളുടെ ഉള്ളിലേക്ക് കുഞ്ഞിന് സമ്പർക്കം വരുന്നതെങ്കിൽ അത് ഫുഡ് അലർജി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഓറലി കൊടുക്കുമ്പം അത് ഫുഡ് അലർജി ആയിട്ട് പ്രകടമാകും. അത് കഴിഞ്ഞ് കുറച്ച് കുഞ്ഞുങ്ങൾ 2-3 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി അലർജീസിലോട്ട് പോവാം. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞ് തുമ്മൽ, ജലദോഷം, മൂക്കടപ്പ് അങ്ങനെയുള്ള സിംറ്റംസിലേക്ക് പോവാം. അത് കുറച്ച് കഴിഞ്ഞ് ഒരു 10 years പ്ലസ് അഡോളസൻസ് ഒക്കെ ആകുമ്പോൾ ആസ്മയായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇത് ഈ ഒരു പ്രവണതയാണ് അറ്റോപിക് മാർച്ച് എന്ന് പറയും. അതായത് എട്ടോപ്പി എന്ന് പറഞ്ഞാൽ അലർജി IgE ആന്റിബോഡീസ് ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ള ആൾക്കാരാണ് എട്ടോപ്പിക് ആൾക്കാരെന്ന് പറയുന്നത്. അവരിൽ ഈ ഒരു വഴി കൂടെയാണ് എല്ലാവരും ഇതിൽ കൂടെ കടന്നു പോകണമെന്നില്ല. പക്ഷേ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് ഈ എട്ടോപിക് എക്സീമ അല്ലെങ്കിൽ സ്കിൻ റാഷ് ഉള്ളവരിൽ മറ്റ് അലർജീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഡോക്ടർ, യൂഷ്വലി കോൾഡും അല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷൻസ് വരുമ്പോഴുള്ള സിംറ്റംസുമായിട്ട് അലർജിയുടെ സിംറ്റംസിനെ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. സോ അതെങ്ങനെയാണ് ഒരു പേരൻറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ലൈക്ക് അലർജി ആണോ അതോ വേറെ ഇൻഫെക്ഷൻ ആണോ? മനസ്സിലായി. അലർജി രോഗങ്ങളുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ തുടർച്ചയായിട്ട് ആ ലക്ഷണങ്ങൾ കാണും. അത് നമ്മളെ ചുറ്റുവട്ടത്ത് ആ ഒരു ട്രിഗേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് റിക്കറൻ്റ് അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് എന്ന് പറയും. അതായത് വീണ്ടും വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മാറാതെ നിൽക്കുക. കോൾഡ് അല്ലെങ്കിൽ എന്നത് ഇൻഫെക്ഷനാണ്, ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ കാരണം വരുന്നതാണ്. യൂഷ്വലി അതിനോടൊപ്പം പനി ഉണ്ടാവും. പനി അലർജിയുടെ ഒരു രോഗലക്ഷണം അല്ല. ഓക്കെ.
അപ്പം വാട്ടറി ആയിട്ടുള്ള നേസൽ ഡിസ്ചാർജ്, മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാധാരണ ഒരു വൈറൽ റീഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു 3 മുതൽ 5 ദിവസം കൊണ്ട് നമ്മൾ സെറ്റിലാവും. ഇപ്പം മരുന്ന് ഉപയോഗിച്ചോ മരുന്ന് ഉപയോഗിക്കാതെയോ നമ്മൾ സെറ്റിലാവും. പക്ഷേ അലർജി രോഗലക്ഷണങ്ങൾ ഒരാഴ്ച കൊണ്ട് സെറ്റിലാവില്ല. അത് 2-3 ആഴ്ചയോ അല്ലെങ്കിൽ മാസങ്ങളോ തുടർന്ന് നിൽക്കുന്ന ലക്ഷണങ്ങളായിരിക്കും. അതുപോലെ നമുക്ക് ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്താണ് ഇതിനൊരു അറുതി ഉണ്ടാവുക, ലക്ഷണങ്ങൾക്ക് കുറവുണ്ടാവുക. അപ്പം പനിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിതിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗം. പനി ഇല്ലാതെയും കോൾഡ് വരാം, പക്ഷെ അത് വളരെ ഷോർട്ട് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഈ അലർജിയുടെ സിംറ്റംസ് നമ്മൾ റിയലൈസ് ചെയ്യാൻ ലേറ്റായി അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ലേറ്റായി, സോ അതൊരു കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസിനെ എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്? തീർച്ചയായും കുട്ടികളിൽ അലർജി ശരിയായ സമയത്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരുപാട് അവർ വളരുന്ന പ്രായമാണ്, അവരുടെ ശാരീരിക, മാനസിക, വൈകാരിക വികാസത്തെ വളരെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കാം. ഈ റെസ്പിറേറ്ററി അലർജീസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മൂക്കടപ്പ്, തുമ്മൽ, ജലദോഷം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും കൂടുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഉറക്കം ശരിയാവാതെ വരിക, പകൽ സമയത്ത് സ്കൂളിൽ ഒരു ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, എപ്പോഴും ഈ മൂക്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകുക. അപ്പം ഒന്നുകിൽ എപ്പോഴും കർച്ചീഫ് കയ്യിലുണ്ടാവണം, മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, തേച്ചുകൊണ്ടിരിക്കുക, ഒരു മാനറിസംസ് ഡെവലപ്പ് ചെയ്യും. മൂക്കടപ്പ് സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് വായിൽ കൂടെ ശ്വാസം ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാകും, പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ മൗത്ത് ബ്രീതിങ് നമ്മൾ പറയും. സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകും. അപ്പം കുഞ്ഞുങ്ങളിൽ ഈ മുഖത്തിൻ്റെ ഘടനയും എല്ല് വളർച്ചയും പല്ലുകളുടെ വളർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വായിക്കൂടെ സ്ഥിരമായിട്ട് ശ്വാസം വിടുമ്പോൾ പല്ലുകൾ ഉന്തി വരാനും വരാനും അത് നിരയായിട്ട് വരുന്നതിനും അല്ലെങ്കിൽ ആ ഒരു ശരിയായ രീതിയിൽ പല്ലിൻ്റെ സ്ഥാനം വരാനും ഒക്കെ തടസ്സം ഉണ്ടാകും. നമ്മൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം, അത് പ്രോബ്ലം ഉള്ള കുഞ്ഞാണ്. എഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയും. അതുപോലെ മൂക്കിനകത്ത് ടോൺസിൽ പോലെ എഡിനോയിഡ് എന്ന് പറഞ്ഞൊരു ലിംഫോ ടിഷ്യൂ ഉണ്ട്. ഇപ്പോൾ ടോൺസിൽ വീങ്ങുന്നത് പോലെ സ്ഥിരമായിട്ടുള്ള മൂക്കിലെ അലർജി സിംറ്റം കാരണം എഡിനോയിഡിന് വീക്കം വരാം. അപ്പോൾ അത് ഈ മൂക്കിന്റെ നേസൽ ബ്ലോക്ക്, ഒബ്സ്ട്രക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുമൊക്കെ ഈ പല്ലിന്റെ ഘടനയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആസ്മയിലേക്ക് നയിക്കാം ഈ അപ്പർ റെസ്പിറേറ്ററി അലർജീസ്. അതേ ഈ മൂക്കിലുണ്ടാകുന്ന അതേ ഒബ്സ്ട്രക്ഷൻ താഴെ ലങ്സിലേക്ക് ഉണ്ടാകും. അലർജിക്ക് ആസ്മ ഉണ്ടാകും. അത് അവരുടെ ശ്വാസോച്ഛ്വാസത്തിനെ ബാധിക്കാം, വളർച്ചയെ ബാധിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും അങ്ങനെ വളരെ ഒരു നെഗറ്റീവായിട്ട് അവരുടെ ഇനിഷ്യൽ ഇയേഴ്സ് ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യാം. അതുപോലെ ഫുഡ് അലർജി അതിനേക്കാളും ഗുരുതരമാണ്. അപ്പം ഏതെങ്കിലും ഒരു ഫുഡിനോടായിരിക്കും അലർജി ഉള്ളത്. പക്ഷേ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ വളരുന്ന പ്രായത്തിൽ ആവശ്യമുള്ള ഒത്തിരി ആഹാര സാധനങ്ങൾ അനാവശ്യമായിട്ട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും പേടിച്ച് കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഈ അലർജി ഉള്ളത് കാരണം അവർക്ക് ഫുഡ് അവേർഷൻസ് വരാം. അവർ ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഹിഡൻ ആയിട്ടുള്ള ഒരു അലർജി സിംറ്റം ആയിരിക്കാം അത്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ലൂസ് മോഷൻ, റിക്കറൻ്റ് ആയിട്ട് വയറുവേദന ഉണ്ടാകും. ഇതെല്ലാം ഗട്ട് ഇഷ്യൂസ്. അപ്പം ഇതെല്ലാം അവരുടെ മൊത്തത്തിലുള്ള ശാരീരിക വളർച്ചയെ ബാധിക്കും. അപ്പോൾ ഡോക്ടർ, ഒരു അലർജി നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച ലൈക്ക് ടോട്ടലി ആൾക്ക് അലർജിയിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്? അത് ഓവർ ദ ഇയറേ അത് പറ്റത്തുള്ളൂ? ഓവർ ദി ഇയേഴ്സേ? അത് ആ കുട്ടിയുടെ അലർജി ഏതിനോടാണ് അലർജി, ട്രിഗർ എന്താണെന്ന് അനുസരിച്ചിരിക്കും, ഏത് പ്രായമാണെന്ന് അനുസരിച്ചിരിക്കും. ചില ട്രിഗേഴ്സ്, ഫോർ എക്സാമ്പിൾ കുട്ടികളുണ്ടാകുന്ന ഫുഡ് അലർജി, കൗസ് മിൽക്ക് അലർജി, എഗ് അലർജി, അതിൽ ഒരു 40-50% വരെ 4-5 വയസ്സാകുമ്പോൾ ഗ്രോ ഔട്ട് ചെയ്യാറുണ്ട് അവർ. ചില കമ്പോണൻസിനോടുള്ള അലർജി പെർസിസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ചില കമ്പോണൻസിനുള്ള അലർജി നമുക്ക് റിവേഴ്സിബിൾ ആണ്, പെർമനന്റ് ആയിരിക്കില്ല. അപ്പം നട്ട്സിനോടുള്ള അലർജിയൊക്കെ ചിലപ്പോൾ മിക്കവാറും പെർമനന്റ് ആയിട്ടിരിക്കാനാണ് സാധ്യത. വീറ്റ് അലർജി, നട്ട് അലർജി, അതൊക്കെ. അതുപോലെ നോൺ വെജിനോടുള്ള ബീഫിന്റെ അലർജി, സീ ഫുഡ് അലർജി, അതൊക്കെ യൂഷ്വലി ലൈഫ് ലോങ് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന അലർജീസ് ആണ്. പക്ഷേ ഈ പറഞ്ഞാൽ മിൽക്കും എഗ്ഗും ഒക്കെ ചിലപ്പോൾ ഇത് മാറുന്ന അലർജീസ് ആണ്. പിന്നെ റെസ്പിറേറ്ററി അലർജീസ് പലതും നമുക്ക് ട്രിഗേഴ്സ് എന്താണ്, അപ്പോൾ ചിലത് സീസണൽ ആയിരിക്കും. ലൈക്ക് ചില പോളൻസ് ഉണ്ട്, നമ്മൾ മരങ്ങൾ പൂക്കുന്ന സമയം അല്ലെങ്കിൽ ഗ്രാസ് പൂക്കുന്ന സമയം, ആ സീസണൽസ് മാത്രമായിരിക്കും ഈ സിംറ്റംസ് എക്സാഗ്രേറ്റ് ആവുന്നത്. നേസൽ സിംറ്റംസ്, തുമ്പലും ജലദോഷവും ആസ്മയൊക്കെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡൻസ് വഴിയുണ്ട്. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന പുതിയ ചികിത്സാ രീതികളുണ്ട്. അതുവഴി നമുക്ക് കുറേയൊക്കെ അലർജി മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇൻഡോർ അലർജൻ, അതായത് നമ്മൾ വീട്ടിനുള്ളിലുള്ള ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അലർജൻ എന്ന് പറയുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് ആണ്. ഡസ്റ്റ് മൈറ്റ് അതൊരു സൂക്ഷ്മജീവിയാണ്, മൈക്രോ ജീവിയാണ്. നമ്മുടെ ബെഡിലും പില്ലോസിലും കാർപ്പറ്റ്സിലും കർട്ടൻസിലും ഒക്കെ സ്വസുഖം വാഴുന്ന ഒരു ആളാണ്. പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റി കൂടിയ ക്ലൈമറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുന്നത്. നമ്മുടെ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട്, കടലോര പ്രദേശം ആയതുകൊണ്ട് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പം നമ്മൾ ഈ ഒരു കേരളം ഒട്ടാകെ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അലർജനാണ്, വീടിനുള്ളിൽ കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ട് വർഷം മുഴുവനും ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. അത് അതാണെന്ന് ടെസ്റ്റുകളിലൂടെ നമുക്ക് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുവഴി അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്.
അതുപോലെ ഇമ്മ്യൂണോതെറാപ്പി എന്ന ഓപ്ഷൻ വഴിയും നമുക്ക് ഈ അലർജീനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യൂഷ്വലി കുട്ടികളിൽ അലർജി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റ്സ് എന്തൊക്കെയാണ്? ലൈക്ക് റെഗുലർ ബ്ലഡ് ടെസ്റ്റിൽ അറിയാൻ പറ്റുമോ, അതേ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ടെസ്റ്റ്സ് ആണോ? ആദ്യമായിട്ട് വേണ്ടത് അലർജി ഉള്ള കുട്ടിയും കുട്ടിയുടെ പേരൻറ്റുമായിട്ട് വളരെ സമയമെടുത്ത് അവരോട് ഡീറ്റെയിൽ ആയിട്ട് അലർജി പറ്റിയുള്ള ഹിസ്റ്ററി എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ആ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നതായിരിക്കും ട്രിഗേഴ്സ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതാണെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ടെസ്റ്റുകളിലേക്ക് പോകുന്നത്. പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. നമ്മൾ കോമൺലി നമ്മൾ അലർജി ടെസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിൽ വരുന്നത് ഈ കയ്യിൽ കുറേ കുത്തിയിട്ടുള്ള ടെസ്റ്റാണത്. അപ്പം ഇത് അതെ ഇഞ്ചക്ഷൻസ് പോലെ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ അലർജന്റെ വളരെ ചെറിയ നേർത്ത അളവിൽ നമ്മൾ സ്കിന്നിൽ ചെറിയ രീതിയിൽ നിക്ക് ചെയ്ത് പ്രിക്ക് ചെയ്തിട്ട് സ്കിന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ ആള് സെൻസിറ്റൈസ്ഡ് ആണെങ്കിൽ ആ അലർജി ആ ട്രിഗറിനോട് ഇയാൾക്ക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തൊലിപ്പുറത്ത് ഇതൊരു തടുപ്പായിട്ട് കാണും. തടുപ്പിന്റെ മെഷർമെന്റ് അനുസരിച്ചാണ് നമുക്ക് ആ റിയാക്ഷൻ എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ IgE എന്ന് പറയുന്ന ആന്റിബോഡിയാണ് കണ്ടുപിടിക്കുന്നത്. ഈ നമുക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ അലർജി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഡിഫൻസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ IgE ആന്റിബോഡീസ് ആണ്. അതുപോലെ ബ്ലഡിനകത്ത് നമുക്ക് സാധാരണ നോർമൽ ബ്ലഡ് ചെയ്യുന്ന പോലെ നമ്മൾ സാമ്പിൾ എടുത്തിട്ട് സെറം എടുത്തിട്ട് അതിനകത്ത് പർട്ടിക്കുലർ ഈ ട്രിഗേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള IgE ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇത് രണ്ടുമാണ്, IgE സ്കിൻ പ്രിക്ക് ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. ഇത് കൂടാതെ ഫുഡ് അലർജിക്ക് ആണെങ്കിൽ നമുക്ക് ഫുഡ് ചലഞ്ച് ടെസ്റ്റ് ഒരു പർട്ടിക്കുലർ സംശയമാണ് ചെറിയ അളവിൽ കൊടുത്ത് നോക്കി വരുന്നുണ്ടോ നോക്കുന്നതുണ്ട്. മൂക്കിൽ നേസൽ ചലഞ്ച് ടെസ്റ്റ് ഉണ്ട്, കണ്ണിൽ ഓക്കുലർ ചലഞ്ച് ടെസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ബ്ലഡിലും സ്കിൻ പ്രിക്ക് ടെസ്റ്റിലും ഒന്നും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല സംശയമുള്ള അലർജൻ മാത്രമായിട്ട് ഈ ചലഞ്ച് ടെസ്റ്റുകൾ അതൊക്കെ വളരെ ഹൈ എൻഡ് സെന്റേഴ്സിനകത്ത് വളരെ സേഫ് എൻവയോൺമെന്റ്സിൽ ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. സ്കിൻ പ്രിക്കും ബ്ലഡ് ടെസ്റ്റും ഒക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ടും സേഫ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ്. പിന്നെ ഡ്രഗ് അലർജിക്ക് നേരത്തെ പറഞ്ഞ സ്കിൻ പ്രിക്ക് ടെസ്റ്റും ഉണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ടെക്നോളജീസും അവൈലബിൾ ആണ്. അപ്പോൾ ഡോക്ടർ, ഈ അലർജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്താണ്? ജസ്റ്റ് മെഡിസിൻസ് ആണോ, അതല്ലാതെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ നമ്മുടെ എന്തിനോട് അലർജി, എന്താണ് ലക്ഷണം, പ്രായം എന്താണെന്ന് അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഈ റെസ്പിറേറ്ററി അലർജിയെ പറ്റി പറയുവാണെങ്കിൽ തുമ്മൽ, ജലദോഷം അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സിംറ്റംസ് റിലീവ് ചെയ്യാനായിട്ട് നമുക്ക് ടാബ്ലറ്റ് ആന്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് ഈ സെട്രസിൻ, ഫെക്സോഫെനഡിൻ അങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം നേസൽ സ്പ്രേസ്, മൂക്കില് തടസ്സം മാറുന്നതിനായിട്ട് നേസൽ മൂക്കിലടിക്കുന്ന സ്പ്രേസ്, അതും ലോഡോ സ്റ്റിറോയിഡ് ഉള്ളൊരു മെഡിസിൻസ് ആണ്. അത് സേഫായിട്ട് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളാണെങ്കിലും 2 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സേഫായിട്ടുള്ള മെഡിസിൻസ് ആണ്. അത് ചിലപ്പോൾ മാസങ്ങൾ 3 മാസം 6 മാസമൊക്കെ അവരുടെ രോഗലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പറയും. ഇതുകൂടാതെ ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് എന്താണോ ട്രിഗർ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ, ഇപ്പോൾ പോളൺ ആണെങ്കിൽ പോളൺ സീസണിൽ നമ്മൾ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്യുക, എക്സ്പോഷർ കുറയുക, പ്രിവെൻഷൻ ചെയ്യുക. പിന്നെ ഡസ്മൈറ്റ് ആണെങ്കിൽ ഡസ്മൈറ്റ് പ്രൂഫ് ആയിട്ടുള്ള പില്ലോ കവേഴ്സും ബെഡ് കവേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ ലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 പ്രാവശ്യമോ ആഴ്ചയിൽ 3 പ്രാവശ്യമോ ഒക്കെ ഈ ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സും ഒക്കെ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് വാക്യൂം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള അലർജൻ കഴിയുന്നതും അതുമായിട്ട് സമ്പർക്കം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ, ചിലർക്ക് പെറ്റ് കാറ്റ് ഡോഗൊക്കെ ഉള്ള വീടുകളായിരിക്കും, അതിൻ്റെ ഹെയർസ് അല്ലെങ്കിൽ സ്കിന്ന് ഒക്കെ ആയിരിക്കും അതിൻ്റെ സെൽസിനോട് അലർജി ആയിരിക്കും. അപ്പോൾ ബെഡ്റൂമിലേക്ക് കഴിയുന്നതും കയറ്റാതിരിക്കുക. പെറ്റ് വളർത്തി നിർബന്ധമാണ് എന്നുള്ള ആൾക്കാർ അതിനുമായിട്ട് ഡയറക്റ്റായിട്ട് സമ്പർക്കമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം അതാണ് പിന്നെ നമുക്ക് ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഹൗസ് മൈറ്റിനും പോളനും അതുപോലെ ഇൻസെക്ട് ബൈറ്റ്, നമുക്ക് കടന്നൽ അല്ലെങ്കിൽ തേനീച്ചയൊക്കെ കുത്തുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ 3നും ആയിട്ട് പ്രത്യേകിച്ച് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഫുഡ് അലർജിക്ക് പ്രധാനമായിട്ടും ആ അലർജനുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ചില ആഹാര സാധനങ്ങൾക്ക് ഇമ്മ്യൂണോതെറാപ്പി, പ്രത്യേകിച്ച് കപ്പലണ്ടിക്ക്, പീനട്ടിന്. നമ്മുടെ നാട്ടിൽ കപ്പലണ്ടി അലർജി അത്ര കോമൺ അല്ല, പുറം നാട്ടിലൊക്കെ പീനട്ട് അലർജി വളരെ കോമൺ ആണ്. അപ്പോൾ ഈ ഓറൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഫുഡ് ലേബിൾസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അലർജി ഉള്ള ആഹാര സാധനങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ സ്കൂളിൽ തന്നെ അതിനെപ്പറ്റിയുള്ള ഈ അലർജി ഉള്ള കുട്ടിയാണെങ്കിൽ ടീച്ചേഴ്സിനോ നോൺ ടീച്ചിങ് സ്റ്റാഫിനോ ആയിമാർക്കോ ഒക്കെ ഈ കുഞ്ഞിന് ഈ പർട്ടിക്കുലർ ഫുഡ് ഐറ്റത്തിന് അലർജി ഉണ്ടെന്നുള്ള കാര്യം അവെയർ ആക്കണം. പിന്നെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യും. ബർത്ത്ഡേ പാർട്ടീസ് വരുമ്പോൾ ചിലപ്പം പിന്നെ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഉള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാം.
അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും, രോഗലക്ഷണങ്ങൾ വരുവാണെങ്കിൽ നേരത്തെ തിരിച്ചറിയാനും അതിൽ എമർജൻസി കെയർ കൊടുക്കാനുള്ള സാങ്കേതിക അറിവ്, പ്രത്യേകിച്ച് അനാഫിലാക്സിസ് പോലെയുള്ള സിവിയർ അലർജി കണ്ടീഷൻസ് വരുവാണെങ്കിൽ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ എപ്പിപ്പെൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ആർക്ക് വേണോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പെൻ ഡിവൈസ് അവൈലബിൾ ആണ്. അപ്പം അത് സ്കൂളിലോ അല്ലെങ്കിൽ കുട്ടി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഭക്ഷണത്തിൽ തന്നെ കാണും. അത് കൊടുക്കാനുള്ള സാങ്കേതിക അറിവ് ഉണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഡോക്ടർ, ഈ ഇമ്മ്യൂണോതെറാപ്പി ബേസിക്കലി എന്താണ്? ലൈക്ക് അത് അലർജിയിൽ എങ്ങനെയാണ് ലൈക്ക് ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ? ഇമ്മ്യൂണോതെറാപ്പി ആ വാക്ക് പറയുന്ന പോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു അനാവശ്യമായ ഒരു റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ ഓ റിയാക്ഷൻ സെറ്റിൽ ചെയ്യിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ, ഓവർ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ഏതിനോടാണോ ട്രിഗർ അതിന്റെ തന്നെ വളരെ നേർപ്പിച്ച ഡയല്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അളവിൽ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ എമൗണ്ട്സിൽ ശരീരത്തിന് ഈ ഒരു ട്രിഗർ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് രണ്ട് രീതിയുണ്ട്. ഇഞ്ചക്ഷൻസ് ആയിട്ട്, പണ്ട് കാലങ്ങളിൽ ഇഞ്ചക്ഷൻസ് ആയിട്ട് അലർജി ഷോട്ട്സ് അല്ലെങ്കിൽ അലർജി വാക്സിൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടായിരുന്നു അവൈലബിൾ ആയത്. ഇപ്പോൾ റീസെൻ്റ്ലി വളരെ അടുത്ത കാലത്ത് അത് നമുക്ക് ഓറലി ഈസി ആയിട്ട് ഡ്രോപ്സ് ആയിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും കൊടുക്കുന്ന രീതിയിൽ ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ചെറിയ അളവിൽ ശരീരത്തിലേക്ക് ഈ ട്രിഗർ ചെല്ലുമ്പോൾ ശരീരം അതിനെ എന്താണ് അലർജി എന്നുള്ള റെസ്പോൺസിൽ നിന്ന് മാറി അതിനോട് ടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 3 മുതൽ 5 വർഷം വരെയാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്, സ്ഥിരമായിട്ട് ഈ മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളിൽ പിന്നെ മുതിർന്ന ആൾക്കാരിലും ഇമ്മ്യൂണോതെറാപ്പി വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇൻഹലൻ്റ് അലർജി, ഈ അലർജിക് റൈനൈറ്റിസ്, തുമ്മൽ പോലെ കണ്ടീഷൻസ്, അലർജിക് ആസ്മ പോലെയുള്ള കണ്ടീഷൻസിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് രോഗലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ നേസൽ സ്പ്രേസും ടാബ്ലറ്റ്സും ഒക്കെ ഉപയോഗിക്കുന്നത് ക്രമേണ ഒരു 6 മുതൽ 9 മാസം ആകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് പ്രകടമായി തുടങ്ങും. അപ്പം തന്നെ ഈ മരുന്നുകളുടെ ഉപയോഗം കുറച്ച് നിർത്താൻ സാധിക്കും. പുതിയ സെൻസിറ്റൈസേഷൻസ്, പുതിയ അലർജീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇത് പ്രിവെന്റ് ചെയ്യും, ഇമ്മ്യൂണോതെറാപ്പി പ്രിവെന്റ് ചെയ്യും. ഈ IgE ആന്റിബോഡീസിന്റെ അളവുകൾ കുറയ്ക്കുകയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആന്റിബോഡീസിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ സെൻസിറ്റൈസേഷൻസ് ഉണ്ടാവത്തില്ല. അതുപോലെ അലർജിക് റൈനൈറ്റിസ് മാത്രമുള്ളവരിൽ, യൂഷ്വലി തുമ്മലും ജലദോഷമുള്ള കുട്ടികളിൽ 60% ആൾക്കാരിൽ ആസ്മയുണ്ട്. ചിലപ്പോൾ അവർ സിംറ്റമാറ്റിക് ആയിരിക്കില്ല, പക്ഷെ അവർക്ക് ആസ്മയുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ആ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പി മുഖാന്തരം നമുക്ക് ഈ ഇൻഫ്ലമേഷൻ അവിടെ റെഡ്യൂസ് ചെയ്തിട്ട് ആസ്മയിലേക്ക് പോകുന്ന അങ്ങനെ ഒരു ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനൊന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ളതും വളരെ എഫക്റ്റീവായിട്ടും നമ്മൾ ഓവർ ദി ഇയേഴ്സ് ഉള്ള നമുക്ക് റിസർച്ചിന്റെ പഠനത്തിന്റെ ഫലങ്ങളുണ്ട്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് മേഖലയാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹൗസ് ഡസ്റ്റ് മൈറ്റിനാണ്. പിന്നെ പോളൻ, പലതരത്തിലുള്ള പോളൻ പൊടിക്കുണ്ട്. പിന്നെ വിനം ഇമ്മ്യൂണോതെറാപ്പി, അതായത് വിനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻസെക്ട് ബൈറ്റ്, ഹണി ബി അല്ലെങ്കിൽ മറ്റേ കടന്നൽ പോലെയുള്ള സ്റ്റിങ്, അതിന് ഇപ്പൊ അതിൽ ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്തായാലും സ്ഥിരമായിട്ട് ഇത് എക്സ്പോഷർ ഉണ്ടാവും. അങ്ങനെയുള്ളവരിലൊക്കെ ഈ വിനം ഇമ്മ്യൂണോതെറാപ്പി അവൈലബിൾ ആണ്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, ഈ അബവ് 5 years ആൻഡ് അഡൽട്സിൽ ഇമ്മ്യൂണോതെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. സോ ബിലോ 5 years ഇമ്മ്യൂണോതെറാപ്പി യൂസ് ചെയ്യില്ല എന്നാണോ, അതോ എന്തെങ്കിലും റീസൺ ഉണ്ടോ? 5 years താഴെയുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ നമുക്ക് അലർജൻ അവോയ്ഡൻസ് മെഷേഴ്സ് ട്രൈ ചെയ്യാം. ഈ നേസൽ സ്പ്രേ പോലെ അല്ലെങ്കിൽ ഓറൽ മെഡിക്കേഷൻസ് ട്രൈ ചെയ്യാം. അപ്പോൾ അതുവഴി നമുക്ക് ലക്ഷണങ്ങളുടെ തീവ്രത കുറഞ്ഞില്ലെങ്കിൽ ബൈ ദ ടൈം അവർ 5 years ആകുന്ന സമയത്ത് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മറ്റ് ട്രീറ്റ്മെന്റ്സ് കൊണ്ടുപോയിട്ട് യൂസ് ആവശ്യമെങ്കിൽ 5 years മുതൽ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാന്നുള്ളതാണ്. ഡോക്ടർ, അപ്പോൾ ഈ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾസിലോ ഡേ കെയർസിലോ യൂഷ്വലി എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിരിക്കും എടുക്കുന്നത്, ലൈക്ക് ഫൈറ്റ് വിത്ത് അലർജീസ് അല്ലെങ്കിൽ ടു പ്രിവെന്റ്? അങ്ങനെ അലർജി പ്രിവെൻഷൻ ആണ് ഇപ്പോഴത്തെ ഒരു ക്രക്സ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ടുമാണ് ഇപ്പം അലർജി രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി അതിനകത്തൊരു പ്രിവെൻഷനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അലർജിയുടെ പ്രിവെൻഷൻ ആരംഭിക്കാം. അപ്പോൾ അമ്മ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അലർജി ഉള്ള അമ്മയാണെങ്കിൽ ഒരുപക്ഷെ അവർ എൻ്റെ കുഞ്ഞിനോ അലർജി വരും എന്ന് പറഞ്ഞ് ഒരുപാട് ആഹാര സാധനങ്ങൾ ഒഴിവാക്കി ചിലപ്പോൾ ഭക്ഷിച്ചേക്കാം. അപ്പം അങ്ങനെ ഒരു രീതി നല്ലതല്ല. അമ്മ വെരീഡായിട്ടുള്ള, അതായത് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഫുഡ് ഡൈവേഴ്സിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക. അതുവഴി നമുക്ക് ഈ കുഞ്ഞിന് അതിൽ എക്സ്പോഷർ വരുമ്പോൾ നാച്ചുറലി ഇപ്പം ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ എക്സ്പോഷർ വരുന്ന സമയത്ത് ബോഡി അതിനെ ടോളറൻ്റ് ആവുന്ന ലെവലിലേക്ക് കൊണ്ടുപോകും. പുതുതായിട്ടൊരു എക്സ്പോഷർ വരുമ്പോഴാണ് നമുക്ക് ഒരുപക്ഷെ അലർജി റിയാക്ഷനിലേക്ക് പോകുന്നത്.
അപ്പം പ്രഗ്നൻസി സമയത്ത് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാം. ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4 മുതൽ 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് അലർജി പ്രിവെൻഷന് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് പറയുന്നുണ്ട്. അപ്പം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കഴിയാവുന്നതൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അപ്പം അമ്മയിൽ നിന്നും കുറച്ച് നല്ല പ്രൊഡക്റ്റീവ് ആൻറ്റിബോഡീസ് കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഏർലി ഫുഡ് ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഈ ഖരാഹാരം തുടങ്ങുമല്ലോ, സോളിഡ് ഫുഡ്സ് തുടങ്ങുമല്ലോ, അത് അൺനെസസറി ഡിലേ ചെയ്യാതിരിക്കുക. ഒരു 4 to 6 months സമയം ആകുമ്പോൾ തന്നെ പല വീട്ടിലും അലർജി ഉണ്ടാവും എന്ന് വിചാരിച്ച് പലതും ഡിലേ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. ആ ട്രെൻഡ് നല്ലതല്ലെന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രലോകം തെളിയിച്ചിരിക്കുന്നത്. പണ്ടാണെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ ഈ സമയത്തിന് ശേഷം കൊടുത്താൽ മതി എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ബൈ ദ ടൈം ബേബി ഈസ് റെഡി യു ക്യാൻ സ്റ്റാർട്ട് ഗിവിങ് ഓൾ. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമായി. അപ്പോൾ 4 to 6 months തന്നെ ഓരോരോ സാധനങ്ങളായിട്ട് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് അതിനായിട്ട് ടോളറൻസ് ഡെവലപ്പ് ചെയ്യും. അതിലൊരു റെഗുലറായിട്ട് കൊടുക്കാൻ നോക്കുക. അതാണ് വേറെ. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ആ സാധനങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. ഒരുപാട് ഗ്യാപ്പ് വരുന്ന സമയത്ത് പിന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് അലർജി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എൻവയറമെൻ്റൽ ഹൈജീൻ, അതിൽ അവിടെ ഔട്ട്ഡോർ പുറമേ ഉള്ള നേച്ചറുമായിട്ട് സമ്പർക്കത്തിൽ വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. നമുക്ക് പണ്ടും ആസ്മയൊക്കെ ഉണ്ടാകുന്നൊരു റീസൺ പറഞ്ഞിരുന്നത്, വെസ്റ്റേൺ കൺട്രീസിൽ ആസ്മയും അലർജിയൊക്കെ ഉണ്ടാകുന്നൊരു റീസൺ പറഞ്ഞത് ഹൈജീൻ ഹൈപ്പോത്തസിസ് എന്ന് പറയും. അതായത് ഒരുപാട് വൃത്തി കൂടിയ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു രീതിയിലും ഇത്തരം ഒരു ട്രിഗേഴ്സിനോട് എക്സ്പോഷർ വരാതിരിക്കും. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഓവർ പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ഓവർ ഹൈജീനിക് എൻവയൺമെൻറ്റിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതെ അവർ നമ്മുടെ ചുറ്റുപാടുമായിട്ട് മിങ്കിൾ ചെയ്ത് വളർന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. ചില സ്റ്റഡീസ് ഇപ്പം പെറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ് ബെഡ്റൂമിലോട്ട് കയറ്റിരുന്നു. അപ്പോൾ ചെറിയ കുഞ്ഞ് ജനിക്കുന്ന ആ സമയത്ത് ഫസ്റ്റ് ഇയർ തന്നെ വീട്ടിലൊരു പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനോട് അലർജി ഡെവലപ്പ് ചെയ്യുന്നത് കുറവാണെന്ന് സ്റ്റഡീസ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എയർ പൊല്യൂഷൻ നമ്മൾ വേറൊരു വളരെ ഒരു നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ശ്വാസകോശ രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല, അലർജി ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ പലതരം കെമിക്കൽസ് നമ്മുടെ നേരത്തെ പറയാം റെസ്പിറേറ്ററി എപ്പിത്തീലിയത്തിനകത്ത് ബ്രേക്കുകൾ ഉണ്ടാക്കുകയും പലതരം ട്രിഗേഴ്സ് ഉള്ളിലേക്ക് കയറി പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പൊല്യൂഷൻ അത് നമ്മൾ എല്ലാവരോടും ശ്രമിച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ആഹാരരീതി, നേരത്തെ പറഞ്ഞ പോലെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ആഹാരസാണ് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ചേർത്ത്. ചില കുഞ്ഞുങ്ങൾ വളരെ ഫുഡ് ഫാറ്റ്സ് ഉള്ളവർ തൈരും ചോറും മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ചോറും മീനും മാത്രം കഴിക്കുക, മറ്റേ ആഹാര സാധനങ്ങളൊന്നും ഇല്ലാതെ കഴിക്കുക. അപ്പോൾ ആ ഒരു രീതി മാറ്റിയിട്ട് എല്ലാ തരത്തിലുള്ള ആഹാര സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണ ശീലിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയാസ്, മൈക്രോബയോം എന്ന് പറയും, ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അവർ അലർജിക് പ്രിവെൻഷന് വളരെ വലിയ റോളുണ്ട്. അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുക. എസ്പെഷ്യലി ആദ്യത്തെ ഒരു വർഷം ചെറിയൊരു പനി വന്നാലും ഓടിപ്പോയി ആൻറ്റിബയോട്ടിക് കഴിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും, അവിടെ ആൻറ്റിബയോട്ടിക്കിന് റോളേ ഉണ്ടാവില്ല. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയയാണ് കൊല്ലുന്നത്. അങ്ങനെയുള്ള ശീലങ്ങളെ ഒഴിവാക്കുക. ഇതൊക്കെ ഒരുപാട് നമുക്ക് അലർജീസ് പ്രിവെൻഷനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ, ഈ അലർജി ട്രീറ്റ്മെന്റ്സിൽ പലപ്പോഴും നേസൽ സ്പ്രേ, ഇൻഹേലേഴ്സ് അത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ അതിന്റെ റോൾ എന്താണ്? ഇൻഹേലർ തെറാപ്പി മെയിൻലി ഇൻഹേലൻ്റ് അലർജിക്കാണ്, റെസ്പിറേറ്ററി അലർജിക്കാണ് യൂസ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള ഇൻഹേലേഴ്സ് ഉണ്ട്. ഒന്ന് നേസൽ അലർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂക്കിനകത്തുള്ള ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് റണ്ണിങ് നോസ്, ഇച്ചിങ് അങ്ങനെയുള്ള സിംറ്റംസ്, അതായത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടിയിട്ട് ഇൻഹേൽഡ് നേസൽ സ്റ്റിറോയിഡ്സ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അത് 2 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളിൽ നമുക്കിത് അപ്രൂവ്ഡ് ആണ്. അപ്പം ഈ എഡിമ, അതായത് മൂക്കിനകത്തുള്ള ആ ഒരു നീർക്കെട്ട് കുറയ്ക്കുകയും ഇച്ചിങ് കുറയ്ക്കുകയും ഇറിറ്റേഷൻ കുറയ്ക്കുകയും ശ്വാസോച്ഛ്വാസം ശരിയായ രീതിയിൽ ഫ്രീ ആക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഇൻഹേലേഴ്സ് നമുക്ക് ശ്വാസകോശത്തിലേക്ക് കൊടുക്കുന്ന ഇൻഹേലർ തെറാപ്പിയാണ്. അത് അലർജിക് ആസ്മ ഉള്ള കുഞ്ഞുങ്ങളിലാണ് നമ്മളിത് പ്രിസ്ക്രൈബ് ചെയ്യാറ്. അപ്പം ഇത് ഇപ്പം പലർക്കും ഈ ഇൻഹേലേഴ്സ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കൂടിയ ട്രീറ്റ്മെന്റ് ആണ്, ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഇത് നിർത്താനേ പറ്റില്ല, പിന്നെ അതൊരു അഡിക്ഷൻ ആകും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഒരുപാട് പേരൻസിനുണ്ട്. അത് അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഇൻഹേലർ തെറാപ്പി ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിരുന്നത് വളരെ കൂടിയ ആസ്മ രോഗികളിൽ ലേറ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും, അഡ്വാൻസ് സ്റ്റേജിലാണ് നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയുള്ളവരിൽ ഒരു പക്ഷേ നിർത്താൻ പറ്റിയേക്കില്ല, ആ അസുഖം കൺട്രോൾ ആയി കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ക്രമേണ ശാസ്ത്രലോകത്തിലെ പുതിയ പഠനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ വളരെ ഏർലി സ്റ്റേജിലാണ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ ഇൻഹേലറിൽ ഉപയോഗിക്കുന്ന മരുന്ന് പറഞ്ഞാൽ നമ്മൾ ഓറലി സിറപ്പായിട്ടോ ടാബ്ലറ്റ് ആയിട്ടോ കഴിക്കുന്ന അതേ മരുന്ന് തന്നെയാണ്. അതിന്റെ 1000-1 ഭാഗം മാത്രമേ ഇൻഹേലറിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ളൊരു റൂട്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മൾ ചവച്ച് കഴിക്കുന്നില്ല, നേരെ ലങ്സിലേക്ക് ഡയറക്റ്റ് ഡെലിവറിയാണ്. അപ്പോൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് റെസ്പോൺസ് പെട്ടെന്ന് വരും, സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്, വളരെ നല്ല റെസ്പോൺസ് കിട്ടും. പക്ഷെ അത് പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്.
അപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലങ്സിനകത്തുള്ള ആ ഇൻഫ്ലമേഷനും ഒബ്സ്ട്രക്ഷനും ഒക്കെ തടസ്സമൊക്കെ മാറ്റി ലങ്സ് നല്ല ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്യാനും വർക്ക് ചെയ്യാനും സഹായിക്കും. ഏർലി സ്റ്റേജിൽ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ ഷോർട്ട് ഡ്യൂറേഷൻ യൂസ് ചെയ്ത് നമുക്ക് നിർത്താൻ സാധിക്കും. കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടി വരാറേ ഇല്ല. പിന്നെ ഫ്ലെയർ വരുന്ന സമയത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുള്ളത്. വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻ്റ് ആണ് ഇത്. എടുത്തു പറയാൻ കാര്യം, അലർജിക് റൈനൈറ്റിസ് ആസ്മ ഉള്ള കുഞ്ഞുങ്ങളിൽ ഈ ഇൻഫ്ലമേഷൻ നിൽക്കുന്നിടത്തോളം ഒരു 15-20 ഇയേഴ്സ് ഉള്ള ഏജിനകത്താണ് ലങ്സിന്റെ മാക്സിമം ഡെവലപ്മെന്റ്, ഫുൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രായം കഴിഞ്ഞ ആണെങ്കിൽ നമുക്ക് ഈ അസുഖം ഫുള്ളി റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അപ്പം അൺകൺട്രോൾഡ് ആസ്മയായിട്ട് അഡൾട്ടിൽ, മുതിർന്ന ആൾക്കാരിൽ സ്ഥിരമായിട്ട് ഈ ചുമയും ശ്വാസം മുട്ടലും നിൽക്കുന്ന രീതിയിലേക്ക് പോകും. അതേസമയം ആ 20 വയസ്സിനുള്ളിൽ നമുക്ക് ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യാൻ മാറ്റാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഡോക്ടർ, ഈ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി പോലുള്ള ഫാക്ടേഴ്സ് ഈ അലർജി അഗ്രവേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സ്ട്രെസ്, ഇമോഷണൽ സ്ട്രെസ് തീർച്ചയായിട്ടും അലർജി സിംറ്റംസിനെ അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം കുട്ടികളാണെങ്കിൽ ഇപ്പം എക്സാം സ്ട്രെസ്, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ അഡോളസൻസിന് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകും. ആ സ്ട്രെസ് കാരണം ഇപ്പോൾ തുമ്മൽ പോലെയുള്ള ലക്ഷണങ്ങൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ആസ്മ എക്സസർവേഷൻ വരുന്നതായിട്ട്, എക്സിമ, സ്കിന്നിൻ്റെ ഫ്ലെയേഴ്സ് വരുന്നതായിട്ട്, റാഷസ് ഫ്ലെയർ ചെയ്യാം. അപ്പം ഡെഫിനറ്റ്ലി ദർ ഇസ് എ ലിങ്ക്. ഒരു സ്ട്രെസ്സും ഈ അലർജി സിംറ്റം എക്സസർവേഷനുമായിട്ട് ഒരു ഡെഫിനറ്റ് ലിങ്ക് ഉണ്ട്. അപ്പോൾ ഡോക്ടർ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഈ അലർജി അവയർനെസ്സിനെ കുറിച്ച്? അലർജി വളരെ മാനേജബിൾ ആയിട്ടുള്ളൊരു രോഗമാണ്. അലർജി പ്രിവെൻഷന് നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മളും നമ്മുടെ കുട്ടികളെയും ശരിയായ ഒരു ജീവിത ശൈലിയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് അവർക്ക് ശരിയായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അഥവാ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും പ്രകടമാകുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു വൈദ്യസഹായം തേടുകയും അതിന് തക്കതായ ചികിത്സ ആ ഒരു ഡോക്ടറോ പറയുന്ന അനുസരിച്ചുള്ള ചികിത്സ ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർച്ചയും മാനസിക, ശാരീരിക, വൈകാരിക വളർച്ചയും നമുക്ക് വളരെയധികം നോർമലായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു ഡോക്ടർ. ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ എത്ര വേഗം അലർജി ഡയഗ്നോസ് ചെയ്യുന്നോ അത്രയും ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എൻവയോൺമെന്റൽ ചേഞ്ചസ് ആൻഡ് പ്രിവെൻഷൻ പ്ലേസ് എ മേജർ റോൾ ഇൻ അലർജി ട്രീറ്റ്മെന്റ്സ്. സോ ലെറ്റ്സ് കീപ് സ്പ്രെഡിംഗ് അവയർനെസ്.